Praise the Lord. ദൈവം മറഞ്ഞിരിക്കുന്നില്ല, സ്നേഹം നഷ്ടപ്പെട്ടു പോകുന്നുമില്ല. വിളക്ക് കൊളുത്തി ആരും പറയുടെ കീഴിൽ വെക്കാറില്ല. അങ്ങനെ ചെയ്താൽ ആ ഭവനത്തിൽ വെളിച്ചം ലഭിക്കുന്നില്ല. എന്നാൽ വിളക്ക് കൊളുത്തി ഒരുവൻ പീഠത്തിൽ വെക്കുമ്പോൾ ആ വീട് മുഴുവനും പ്രകാശമുള്ളതായി യേശു അരുളി ചെയ്തു. ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്. അന്ധകാരം നിങ്ങളെ കീഴ്പ്പെടുത്താതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. ദൈവത്തിന്റെ വചനം ഹൃദയങ്ങളിൽ സ്വീകരിക്കുന്നുവെങ്കിൽ നാം ദൈവമക്കളാകാൻ ദൈവം നമുക്ക് വരം നൽകി. ദൈവത്തിന്റെ വചനം നമ്മൾ ഹൃദയത്തിൽ സ്വീകരിക്കുന്നില്ലെങ്കിൽ നാം അനുസരണ ഉള്ളവരല്ല, പ്രത്യുത പാപം നമ്മളിൽ വസിക്കുന്നവരായി ഈ ലോകത്ത് നാം ജീവിക്കുന്നു. ജീവന്റെ പ്രകാശവും ദൈവത്തിന്റെ വചനവുമാണ് യേശു എന്നറിഞ്ഞുകൊള്ളുവിൻ. ജീവന്റെ പ്രകാശം യേശു പറയാണ് ലോകത്തിന്റെ പ്രകാശം. അപ്പം ജീവന്റെ പ്രകാശവും ദൈവത്തിന്റെ വചനം, യേശുവിൽ നിന്നാണ് ദൈവത്തിന്റെ വചനം പുറപ്പെട്ടത്. അപ്പൊ യേശു ദൈവത്തിന്റെ വചനമാണ്. ഈ വചനം ദൈവമാണെന്ന് യേശു പറഞ്ഞു. അപ്പൊ യേശുവിൽ നിന്ന് പുറപ്പെട്ട ദൈവവചനം നമ്മുടെ ഹൃദയങ്ങളിൽ സംഗ്രഹിക്കുമ്പോൾ നാം യേശുവിന്റെ ശിഷ്യന്മാരാണ്. യേശുവിന്റെ ശിഷ്യന്മാർക്ക് മാത്രമേ ദൈവത്തിന്റെ വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കാൻ കഴിയൂ. യേശുവിന്റെ ശിഷ്യനാകാതെ ആർക്കും ദൈവത്തിന്റെ വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കുവാൻ സാധ്യമല്ല. എന്തുകൊണ്ടെന്നാൽ ദൈവം യേശു വഴിയാണ് ലോകത്തെ വചനത്തിലേക്ക് നയിച്ചത്. പ്രവാചകന്മാരും പ്രവചനങ്ങളും ഭാഷകളുമെല്ലാം പ്രവചനം നടത്തിയെങ്കിലും ക്രിസ്തു ലോകത്തിൽ വന്ന് ദൈവത്തിന്റെ വചനം സത്യമായി നമ്മെ പഠിപ്പിച്ചത് കൊണ്ടാണ് ക്രിസ്തു ദൈവപുത്രനാണെന്ന് ലോകം അറിഞ്ഞത്. അപ്പം ദൈവത്തിന്റെ വചനം, ദൈവം തന്നെയാണ് ഈ വചനം. ഹൃദയം കൊണ്ട് ഗ്രഹിക്കുന്നവർക്ക് ദൈവവചനം ദൈവം സമീപസ്ഥനാണ്. ഹൃദയം കൊണ്ടല്ല നാം ഗ്രഹിക്കുന്നെങ്കിൽ ദൈവവചനം അവരിൽ പ്രവേശിക്കുന്നില്ല. യേശു പറയുന്നു, ദൈവവചനം ആരുടെ അടുക്കൽ ചെല്ലുന്നുവോ അവരെ ദൈവങ്ങളെന്ന് വിളിച്ചുവെന്ന് നിങ്ങളുടെ നിയമത്തിൽ എഴുതിയിരിക്കുന്നത് ശരിയാണ്. അപ്പൊ നിയമാവർത്തന പുസ്തകത്തിലും നിയമത്തിന്റെ പുസ്തകത്തിലും ക്രിസ്തു ദൈവപുത്രനാണെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അത് ശരിയാണ്. എന്നാൽ ക്രിസ്തു ലോകത്തിൽ വന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിച്ചപ്പോൾ അവൻ ദൈവപുത്രനാണെന്ന് ഏറ്റുപറഞ്ഞു. പിശാചുക്കൾ പോലും യേശു ദൈവപുത്രനാണെന്ന് ഏറ്റുപറഞ്ഞു. നാം യേശുവിന് സാക്ഷികളായിത്തീരണം. യേശു തന്റെ സാക്ഷ്യത്തെ പറ്റി ഇങ്ങനെ പറയുന്നു, എന്റെ സാക്ഷ്യം സത്യമാണ്, എന്റെ വചനം സത്യമാണ്. ഞാൻ വന്നത് സത്യത്തിനു സാക്ഷ്യം വഹിക്കാനാണ്. സത്യത്തിൽ നിൽക്കുന്നവൻ എന്റെ സ്വരം ശ്രവിക്കും. നോക്കൂ, എത്ര പരിശുദ്ധമായിട്ടാണ് ആ വചനം നമ്മുടെ മുൻപിൽ വരുന്നത്. സത്യത്തിൽ നിലനിൽക്കണം, സത്യത്താൽ വിശുദ്ധീകരിക്കണം. ഒരു മനുഷ്യൻ വിശുദ്ധീകരിക്കപ്പെടുന്നത് സത്യത്താൽ വചനം വിശുദ്ധീകരിക്കുമ്പോഴാണ്. സത്യത്താൽ വചനം വിശുദ്ധീകരിക്കപ്പെടുമ്പോൾ
അവൻ ക്രിസ്തുവിൽ ദൈവത്തിനുള്ളതാണ്. അതുകൊണ്ടാണ് ഒരു വചനം പറയുന്നത്, ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ പരിശുദ്ധാത്മാവുമായ ഐക്യത്തിൽ, ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ പരിശുദ്ധാത്മാവുമായ ഐക്യത്തിൽ എന്നും എപ്പോഴും ആരാധനയും സ്തുതിയും ഉണ്ടാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അപ്പം ദൈവത്തിന്റെ വചനങ്ങൾ നമ്മുടെ ഹൃദയങ്ങളിലാണ് നിറയേണ്ടത്. ഹൃദയാരാധന ദൈവാരാധന, വചനാരാധന ദൈവത്തിന്റെ ആരാധന. യേശു ആത്മാവിൽ ആരാധിക്കുമ്പോൾ കൂടുതൽ അകലങ്ങളിൽ നിന്ന് ശിഷ്യന്മാരിലേക്ക് പോയി മലയിൽ കയറിയിരുന്ന് രാത്രികാലം മുഴുവനും പിതാവിനെ ആരാധിക്കും. പിതാവിനെ ആരാധിക്കുന്നത് ക്രിസ്തു ആത്മാവിലാണ്. കാരണം ക്രിസ്തു ദൈവാത്മാവാണ്. അപ്പൊ നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിൽ ദൈവത്തെ ആരാധിക്കപ്പെടേണ്ടവരാണ്. നമ്മൾ ഈ ലോകത്തിന്റെ പ്രാർത്ഥനകളോ ലോകത്തിന്റെ കൂട്ടാകളോ ഒന്നുമല്ലിത്. ഇത് ദൈവവുമായുള്ള സമാനത നിലനിർത്തുവാണ്. അബ്രഹാം ദൈവത്തോടു കൂടെയായിരുന്നു, ഇസഹാക്ക് ദൈവത്തോട് ചേർന്നിരുന്നു, യാക്കോബ് ദൈവത്തിന്റെ ഇഷ്ടം പ്രവർത്തിച്ചിരുന്നു, ജോസഫ് ദൈവഹിതമനുസരിച്ചിരുന്നു, മാതാവ് ദൈവത്തിന് വിട്ടുകൊടുത്തു, ഔസേ പിതാവ് തന്റെ പ്രവൃത്തികൾ ദൈവത്തിൽ പൂർണ്ണമാക്കിക്കൊണ്ട് ലോകത്തിൽ നിന്നും അകന്നു. വിശുദ്ധന്മാരും വിശുദ്ധരും ദൈവഹിഷ്ടത്തിന് വിട്ടുകൊടുക്കുകയാണ്. അപ്പോസ്തലന്മാർ വചനത്തിൽ ജീവിച്ച് വചനത്തിനു വേണ്ടി ത്യാഗം ചെയ്തു, മരണമടഞ്ഞു. ക്രിസ്തു ദൈവത്തിൽ ജീവിച്ച് ലോകത്തെ രക്ഷിക്കുവാൻ തൻ്റെ ശരീരവും രക്തവും അവിടുന്ന് നൽകിക്കൊണ്ട് ലോകത്തെ പാപത്തിൽ നിന്ന് രക്ഷിച്ചു. അവൻ ദൈവത്തിന്റെ വചനം ആത്മാവിൽ ജീവിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ വചനമായി ജീവിക്കുന്നു. ദൈവത്തിന്റെ വചനം പരിശുദ്ധാത്മാവ് വഴിയാണ് നാം ലോകത്തെ അറിയിക്കുന്നത്. അതുകൊണ്ട് യേശു പറഞ്ഞു ശിഷ്യന്മാരോട്, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ വിട്ട് പോകരുത്. പരിശുദ്ധാത്മാവ് വരുന്നത് വരെ നിങ്ങൾ ജെറുസലേമിൽ തന്നെ ആയിരിക്കണം. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തിയുള്ള വചനത്തിൽ ആത്മാക്കളായിരിക്കും. അവർ യേശു പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ ആവസിക്കുന്ന സമയം വരെ അവർ സദാ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. സദാ നമ്മൾ പ്രാർത്ഥിക്കേണ്ടവരാണ്. ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ സദാ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. Father, the Son, the Holy Spirit. Amen. Praise the Lord.